ഇപ്പോൾ ഏതോ ഒരു ആര്യക്കൊപ്പമാണ് പൊറുതി മോളി. വീട്ടിലേക്ക് വരാറില്ല. ഇന്നലെ ആരെയോ കൊല്ലാൻ നോക്കാൻ കൊട്ടേഷൻ കൊടുത്തിരുന്നു അയാൾ. എല്ലാം കൂടെ കേട്ടിട്ട് എനിക്കിനി വയ്യ. അയാളെ സഹിക്കാൻ. നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നതിന് ഒരുപാട് തല്ലി അയാളെന്നെ. ചേച്ചി വിങ്ങലോടെ പറഞ്ഞതും ചാരുവിൻ്റെ രക്തം തിളച്ചുപോയി. ചേട്ടൻ്റെ സ്ഥാനമാണ്, പക്ഷെ അയാളെ കാണുന്നതേ വെറുപ്പാണ്. അപ്പോഴേക്കും ആരോ ഡോറ് മുട്ടുന്ന ശബ്ദം കേട്ടു. അവൾ സംശയത്തോടെ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി ഹാളിലേക്ക് നടന്നു. മെയിൻ ഡോറിനിടയിലൂടെ ഒരു ഹോളുണ്ട്. അതിലൂടെ നോക്കി ആരാണ് അപ്പുറത്തുനിന്ന് കാണാം. പുറത്തു നിൽക്കുന്ന ആളെ കണ്ടതും ചാരു പകച്ചുപോയി. ജോസഫ്. അയാൾ സിഗരറ്റ് വലിച്ചൂതി താൻ ഡോറ് തുറക്കുന്നതും കാത്തു നിൽക്കുകയാണ്. ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പേടിച്ചുപോയി ചാരു. അവൾ ജനലിൻ്റെ പിന്നിലേക്ക് പതുങ്ങി. ഇപ്പോൾ വാതിൽ തുറന്നാൽ അവൾ പേടിയോടെ നെഞ്ചിൽ കൈവച്ചു. അയാൾ മൃഗമാണ്. മനുഷ്യനെ കടിച്ചു കീറാൻ കെൽപ്പുള്ള ഒരു ദയയും കാണിക്കാത്ത മൃഗം. വീണ്ടും വീണ്ടും വാതിൽ മുട്ടുന്നത് കേട്ടെങ്കിലും തുറന്നില്ല. പേടിയോടെ വാതിലിൻ്റെ കുറ്റി അടച്ചിട്ടില്ലേ എന്ന് ഉറപ്പുവരുത്തി ധൃതിയിൽ പിന്നിലേക്ക് പോയി അടുക്കള വാതിൽ അടച്ചിട്ടില്ലേ എന്ന് നോക്കി. എല്ലാ ജനൽപ്പാളികളും അടച്ചു കുറ്റിയിട്ടു. ഹാളിലെ ലൈറ്റ് പുറത്തുനിന്ന് കാണില്ല. ജനലിലെ കർട്ടൻ കാരണം. അവൾ അടുക്കളയിലെ ലൈറ്റും ഓഫ് ചെയ്തു. ആരുമില്ല എന്ന് വിചാരിച്ചോട്ടെ, അങ്ങനെയെങ്കിലും പൊയ്ക്കോളും തിരിച്ച്. ചാരുവിൻ്റെ ചെന്നിയിലൂടെ വിയർപ്പൊഴുകി. ഒരുപാട് നേരം വാതിലിൻ്റെ മുൻപിൽ നിന്നിട്ടാണ് ജോസഫ് തിരികെ പോയത്. ഇനിയൊരു പക്ഷേ ചാരു തിരികെ വീട്ടിലേക്ക് പോയോ എന്ന സംശയത്തിൽ. അയാൾ പോയപ്പോഴാണ് ചാരുവിന് ശ്വാസം നേരെ വീണത്. എന്നാലും അയാളാണ്, ഉറപ്പിക്കാൻ കഴിയില്ല പോയോ എന്ന്. ആട്ടിൻ തോലിട്ട ചെന്നായുടെ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ പമ്മി നിന്ന് ആക്രമിക്കും. അതുകൊണ്ട് തന്നെ അവൻ പോയ പാടെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഇരുട്ടത്ത് ഫോണിൻ്റെ വെട്ടത്തിലിരുന്ന് തിന്നു. ഒന്നും ഇറങ്ങുന്നില്ല. എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തി ബാക്കിയുള്ളത് അടച്ചു വെച്ച് ശബ്ദമുണ്ടാക്കാതെ വന്ന് കിടന്നു. മനസ്സിനാകെ ഒരു പേടി. ചേച്ചിയെ വിളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇനി അയാളെങ്ങാനും അങ്ങോട്ടേക്കാണ് പോയതെങ്കിലും ചോദ്യം വരും, താൻ എവിടെയെന്ന്. ഫോൺ തുറന്ന് വാട്സപ്പിൽ വെറുതെ കണ്ണോടിച്ചു. ചേച്ചി ഓൺലൈനിലില്ല. അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കാനും പറ്റില്ല. നോട്ടിഫിക്കേഷൻ കാണുന്നത് ചിലപ്പോൾ അയാളാണെങ്കിൽ. അവൾ നിസ്സഹായതയോടെ മുഖം കുനിച്ചു. അതേസമയമാണ് ഏതോ അറിയാത്ത നമ്പറിൽ നിന്ന് കോള് വരുന്നത്. ചാരുവിൻ്റെ മുഖം ചുളിഞ്ഞു. ഈ നേരത്ത് തന്നെ വിളിക്കാൻ ആരാണ്? അവൾ സംശയത്തോടെ എടുത്തു. ഹലോ, ചാരു ടീച്ചറേ. അപ്പുറത്ത് വിവേകിൻ്റെ ശബ്ദം. ചാരു ഒന്ന് പകച്ചുപോയി. ആ ശബ്ദം മതിയായിരുന്നു അവൾക്ക് അന്നേരം ഒരാശ്വാസത്തിനായി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പക്ഷേ ഈ നേരത്ത് എന്തിനാണ് വിളിക്കുന്നതെന്ന് സംശയം അപ്പോഴും അവളിൽ ബാക്കിയായി. മറുപടിയൊന്നും കേൾക്കാഞ്ഞിട്ട് വീണ്ടും അപ്പുറത്തു നിന്ന് കേട്ടിരുന്നു വിവേകിൻ്റെ ചാരു ടീച്ചറെ എന്നുള്ള വിളി. ഒരുപാട് നേരത്തെ വാശിക്ക് ശേഷമാണ് മോളൊന്നുറങ്ങിയത്. അമ്മാവനും അമ്മായിയും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പോവുകയും ചെയ്തു. ആവണിയോടും കൂടെ പോവാൻ പറഞ്ഞതാണ്. പക്ഷേ കുറച്ചു കഴിഞ്ഞ് അജിത്ത് കൊണ്ടാക്കി കൊടുത്തോളാമെന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചു. അന്നത്തെ സംഭവത്തിന് ശേഷം ആവണി അജിത്തിനെ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. അങ്ങേരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് വലിയ ജാട. ആ വാശിക്ക് തന്നെയാണ് ആവണി നിൽക്കുന്നത്. അതിനിടയ്ക്ക് മനുവിൻ്റെ ഓഫീസിൽ നിന്ന് സായുജും കബീറും ജ്യോതിയും കുഞ്ഞിനെ കാണാനായി ഓഫീസിൽ നേരെ വന്നിരുന്നു ഹോസ്പിറ്റലിലേക്ക്. ആരെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനു അവരോട് പറഞ്ഞപ്പോൾ ആദ്യം ഞെട്ടലാണ് ഉണ്ടായത് അവർക്ക്. ഒരു പൊടിക്കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത ഇത്ര വലിയ ദുഷ്ടതയാണോ അവളെന്ന് ഞെട്ടലായിരുന്നു എല്ലാവരും. അവൾ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? ജ്യോതി വിട്ടുകൊടുക്കാതെ ചോദിച്ചു. ജ്യോതിക്കാദ്യമേ ആര്യയെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. തൽക്കാലം അല്ലിയൊന്നും അറിഞ്ഞിട്ടില്ല. അവളോട് പറയണ്ട എന്ന് മനു തന്നെയാണ് പറഞ്ഞത്. കുഞ്ഞിനൊന്ന് ഭേദമാവട്ടെ എന്നിട്ട് പറയാമെന്ന് വെച്ചു. ഒപ്പം ആര്യക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് അവൻ തീരുമാനിച്ചു. കബീറും ജ്യോതിയും സായുജിയും കുഞ്ഞിനെ ചെന്ന് കണ്ടു. അവരെ കണ്ടപ്പോൾ അല്ലിക്കും ഒരാശ്വാസമായി. ജ്യോതിയെ അല്ലിക്ക് വലിയ ഇഷ്ടമാണ്. ഇടയ്ക്ക് ജ്യോതി അല്ലിയെ വിളിക്കാനും സംസാരിക്കാറൊക്കെ ഉണ്ട്. കുറച്ചു നേരം നിന്ന് അവരും പോയിരുന്നു. അല്ലിയുടെ അമ്മയും അച്ഛനും ഡ്രസ്സും ഭക്ഷണ സാധനങ്ങളും കൊണ്ടുവന്നു. ആവണി അജിത്തിനൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവളാണെങ്കിൽ മുഖവും കറുപ്പിച്ചാണ് അവൻ്റെ കൂടെ പോയത്. അവൻ്റെ കൂടെ പോവാൻ താല്പര്യമില്ലാത്ത മട്ടിൽ. ഇടയ്ക്ക് ഡോക്ടർ വന്നു. നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. മാത്രമല്ല വീട്ടിൽ ചെന്ന് നല്ല റെസ്റ്റ് വേണം, മുറിമുണങ്ങാൻ എന്നും പറഞ്ഞു. അത് പക്ഷേ എല്ലാവർക്കും ഒരു ആശ്വാസമാണ് ഉണ്ടാക്കിയത്. ഇടയ്ക്ക് മനുവിൻ്റെ അച്ഛൻ വന്ന് മോൾക്ക് ഒരുപാട് ഫ്രൂട്ട്സും കളിപ്പാട്ടവും ഒക്കെ കൊണ്ടുവന്നു കൊടുത്തു. അമ്മയും മൈഥിലിയും മനു വല്ലായ്മയോടെ അച്ഛനെ നോക്കി. നിനക്കറിയാവുന്നതല്ലേ മോനെ അവരുടെ സ്വഭാവം. ഒരക്ഷരം ചോദിച്ചിട്ടില്ല കുഞ്ഞിനെ പറ്റി. അച്ഛൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കുഞ്ഞിന് സീരിയസ് ആയ സമയത്ത് ഇവിടെ നിന്നിറങ്ങിപ്പോയവരാണ്. അന്നേരം അമ്മ പറഞ്ഞ വാക്കുകൾ. എന്നിട്ടിപ്പോഴും വാശിയും വെച്ചിരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ സ്വന്തം മകൻ്റെ കുഞ്ഞല്ലേ,
സ്വന്തം ചോരയല്ലേ? മനു നേരെ നോക്കിയത് അല്ലിയുടെ മുഖത്താണ്. ആ കണ്ണുകളും നിറഞ്ഞിരിക്കുന്നു. എല്ലാത്തിനും കാരണം അവളാണെന്നാണ് അവളുടെ ചിന്ത. മനു ഒന്നുമില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു. അല്ലി അതിന് മങ്ങിയ ചിരി ചിരിച്ചു. എന്താടി, നിന്റെ കവളിൽ വല്ല കടുന്നലും കുത്തിയോ? ബൈക്കിൽ കുറച്ചു നേരം യാത്ര ചെയ്തിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആവണിയെ കണ്ടതും അജിത്ത് കണ്ണാടിയിലൂടെ അവളെ നോക്കി പുരുകം ചുളിച്ചു. ആ, ഒരു പട്ടിയുടെ കൂടെയല്ലേ പോകുന്നത്, എപ്പോഴാ തിരിഞ്ഞെന്ന് കടിക്കുക എന്നറിയില്ല, അതാണ്. ആവണി അലസമായി പറഞ്ഞു തിരിഞ്ഞതും വണ്ടി ഒരു ഗട്ടറിൽ പോയി വീണു. ആവണി ഒന്നാകെ മുന്നിലേക്ക് ആഞ്ഞ അജിത്തിൻ്റെ പുറത്ത് തട്ടി നിന്നു. എൻ്റെ നടുവ് പോയി. ആവണി അവൻ്റെ പുറത്തുനിന്ന് ഒരു നല്ല ഇടി വെച്ച് കൊടുത്തതും അടുത്ത ഗട്ടറിൽ അവൻ കൊണ്ടുപോയി ചാടിച്ചു. പെട്ടെന്നായതുകൊണ്ട് അവളുടെ മുഖമൊന്നാകെ അവൻ്റെ പുറത്തമർന്നു. ചുണ്ടുകൾ ചേർന്നപ്പോൾ ആവണി പിടപ്പോടെ മുഖം ഉയർത്തി. അജിത്തൊന്ന് ഊറിച്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞ ഭാവം അവൾക്കപ്പോൾ ആദ്യമായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. നിനക്കെന്നോട് മിണ്ടാൻ വയ്യല്ലേ? അജിത്ത് അവളെ നോക്കി നന്നായെന്ന് പുച്ഛിച്ചു. ആവണി അവനെ കൂർപ്പിച്ചു നോക്കി. എന്നിട്ട് വേണം എന്നെ കളിയാക്കി നടക്കാൻ? നമ്മളെ വെറുതെ വിട്ടേരെ, ഞാൻ ആ കേസ് പണ്ടേ വിട്ടു. അവൾ അവനിൽ നിന്ന് പിന്നിലേക്ക് നീങ്ങിയിരുന്നു. അജിത്തിൻ്റെ മുഖത്ത് കുറുമ്പ് നിറഞ്ഞു. ഓഹോ, അങ്ങനെയാണല്ലേ? എന്ന് എനിക്ക് ധൈര്യമായി നിന്ന് അവ്യയെ വിവാഹം കഴിക്കാലോ. അജിത്ത് പറയുന്നത് കേട്ടപ്പോൾ ആവണിയുടെ വാ പൊളിഞ്ഞുപോയി. അല്ലേ, പറയുന്നത് കേട്ടാൽ തോന്നും ഞാനാണ് നിങ്ങളുടെ കാമുകിയെന്ന്. ആവണി അതിന് തിരിച്ചുള്ള ഉരുളക്കുപ്പേരി കണക്കെ മറുപടി കൊടുത്തു. അജിത്ത് ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അവളെ കണ്ണാടിയിലൂടെ ഒരിക്കൽ കൂടെ നോക്കി. മുഖം നല്ലതുപോലെ വീർത്ത് കെട്ടിയിട്ടുണ്ട് പെണ്ണിൻ്റെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കാന്താരി. അവൻ മനസ്സിലോർത്തുകൊണ്ട് അടുത്ത ഗട്ടറിൽ വീണ്ടും വണ്ടി കൊണ്ട് ചാടിച്ചു. ആവണി അവൻ്റെ കയ്യിൽ അള്ളി പിടിച്ചു. ഒപ്പം കൂർത്ത നാക്കും കൊണ്ട് ഒരു പിച്ചും വെച്ച് കൊടുത്തു. കൊല്ലം നോക്കുന്ന കാല. അവൾ ദേഷ്യം കൊണ്ട് പിറുപിറുത്ത് മുഖം തിരിച്ചിരുന്നു. എന്താ മാഷേ? ചാരു ശബ്ദത്തിലെ പതർച്ച പുറത്ത് കാണിക്കാതെ ഫോൺ ചെവിയോട് ചേർത്തു. വണ്ടിയുടെ സ്പെയർ കീ ഞാൻ കയ്യിൽ തന്നത് ഓർക്കുന്നു. ഹോസ്പിറ്റലിലേക്ക് കയറിയപ്പോൾ നാളെ സ്കൂളിലേക്ക് വരുമ്പോൾ അതെടുക്കാൻ മറക്കല്ലേ. വിവേക് പറയുമ്പോഴാണ് അത് ഓർക്കുന്നത് ചാരു. ധൃതിപ്പെട്ട് ആശുപത്രി കയറുമ്പോഴാണ് മാഷിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു താക്കോൽ നിലത്തേക്ക് വീഴുന്നത് താൻ കാണുന്നത്. അതെടുത്ത് കൊടുത്തപ്പോഴേക്കും അല്ല ടീച്ചർ കണ്ടിരുന്നു. വിവേക് മാഷ്. കയ്യിൽ വെക്കു ടീച്ചറെ, പിന്നെ തന്നാ മതി. അപ്പോൾ തന്നെ നോക്കി പറഞ്ഞത് ഓർമ്മ വന്നു. അപ്പോൾ തന്നെ അത് ബാഗിലെടുത്ത് വെക്കുകയും ചെയ്തു. ആ മാഷേ, കൊണ്ടുവരാം. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്കിട്ടു. പതിയെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ആ രാത്രി എന്തോ ചാരുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരുപാട് വേദനകളും ഓർമ്മകളും അവളെ കാർന്നു തിന്നിരുന്നു ആ രാത്രി. പുലർച്ചെ എപ്പോഴും അതിൻ്റെ ബാക്കി പത്രം പോലെ ഒന്ന് മയങ്ങി. വീടിൻ്റെ മുറ്റത്ത് പതിവില്ലാതെ ഹോണടിക്കുന്നത് കേൾക്കെ ചാരുവിൻ്റെ ചേച്ചി സിനി ജനൽപ്പാളിയിലൂടെ പുറത്തേക്ക് നോക്കി. ഇന്നും കള്ളു കുടിച്ച് വന്നിരിക്കുന്ന ജോസഫിനെ കണ്ടതും അവർക്ക് കലിയിളകി. ഒപ്പം തന്നെ അനിയത്തിയെ ശല്യം ചെയ്യാൻ പോയ കാര്യവും അവർക്ക് ഓർമ്മ വന്നു. അവർ മുടിമുകളിലേക്ക് ഉയർത്തിക്കെട്ടി ദേഷ്യത്തോടെ വാതിൽ തുറന്നു. കാല് നിലത്തുറക്കാത്ത മട്ടിൽ നിൽക്കുന്ന ജോസഫിനെ കാണെ അവർ പുച്ഛിച്ചു. പക്ഷേ അപ്പോഴേക്കും ഗേറ്റിൻ്റെ അരികിൽ നിന്ന കാറിൽ നിന്നൊരു പെണ്ണ് പുറത്തിറങ്ങി വന്നു. അവളാകും ഹോണടിച്ചതെന്ന് ചാരുവിൻ്റെ ചേച്ചി സിനിക്ക് മനസ്സിലായി. അവളുടെ കണ്ണുകൾ കുറുകി. തികച്ചും പരിഷ്കൃത വേഷത്തിൽ കാണാൻ നല്ലൊരു പെൺകുട്ടി. ഇവൾക്ക് എങ്ങനെ ഇയാളുമായി ബന്ധമുണ്ടായി എന്നായിരുന്നു സിനിയുടെ ചിന്ത. ഇവൾ തന്നെയാണ് ആര്യ എന്നും സിനിക്ക് മനസ്സിലായി. ആര്യ വന്ന് സിനിക്ക് മുൻപിലൂടെ ജോസഫിനെ താങ്ങിക്കൊണ്ടുപോയി അകത്തു കിടത്തി. സിനി മാറിക്കൊടുക്കുക മാത്രം ചെയ്തു. മനസ്സിൽ കുശുമ്പോ പരിഭവമോ ഇല്ല, തികച്ചും നിർവികാരത മാത്രം. അവർക്കും അടുത്തിരുന്നു അയാളെ. അയാൾ എന്തൊക്കെയോ വിളിച്ചു കൂകുന്നുണ്ട്, ആരൊക്കെയോ പുളിച്ച തെറി വിളിക്കുന്നുണ്ട്. സിനി ഒരു നെടുവീർപ്പോടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആര്യ പുറത്തേക്ക് ഇറങ്ങി വന്നു. സിനിയെ ഒന്ന് നോക്കി മുറ്റത്തേക്ക് ഇറങ്ങാൻ നിന്നു. ഒന്ന് നിന്നേ, സിനി പിന്നിൽ നിന്ന് വിളിച്ചു. ആര്യ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. ചുവന്ന മുഖവുമായി നിൽക്കുന്ന സിനി ആര്യയുടെ പുരികം ചുളിഞ്ഞു. അതേസമയം തന്നെ സിനിയുടെ കൈകൾ വായുവിൽ ഉയർന്നു താഴ്ന്നു. ആര്യ പകപ്പോടെ കവിളിൽ കൈവച്ചുകൊണ്ട് സിനിയെ നോക്കി. ഇത് അയാളെ ഇങ്ങനെ ആക്കിയതിനല്ല. അയാളെങ്ങനെ പോയാലും എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഒരു പാവം കുഞ്ഞിനെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയ നിനക്ക് ഇതെങ്കിലും തരണം ഞാൻ. സിനി അത്രയും പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് വീട്ടിലേക്ക് കയറി കഥ കടിച്ചു. ആര്യ കത്തുന്ന കണ്ണുകളോടെ നോക്കി നിന്നു. അവളുടെ കവളിനോടൊപ്പം അവളിലെ പകയും നീറിപ്പുകഞ്ഞിരുന്നു ആ സമയം. വീട്ടിലെത്തി കുഞ്ഞിനെ ബെഡിൽ കിടത്തി മുടി വാരിക്കെട്ടി അല്ലി ഉമ്രത്തേക്ക് നടന്നു. വീടാകെ ഒരു മൂകമായിരിക്കുകയാണ്. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞ വീടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കളിച്ചും. പക്ഷേ ഇപ്പോൾ എല്ലാവരും വല്ലാതെ സങ്കടപ്പെട്ട് അവളൊരു നെടുവീർപ്പോടെ അടുക്കളയിലേക്ക് നടന്നു.
അമ്മ എല്ലാവർക്കുമുള്ള ചായ തിളപ്പിക്കുന്നുണ്ട്. അല്ലി പിന്നിലൂടെ ചെന്നമ്മയെ കെട്ടിപ്പിടിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മയുടെ തോളിൽ ഇറ്റു വീണു. അമ്മയെ അവളെ തിരിച്ചു നിർത്തി നെറുകയിൽ ഉമ്മ വെച്ചു. നമ്മുടെ കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു കിട്ടിയില്ലേ, വിഷമിക്കാതെ നീ. അമ്മയുടെ ചുണ്ടുകളും വിറകൊണ്ടു. അപ്പോഴേക്കും ആശ അടുക്കളയിലേക്ക് കയറി വന്നു. ദേ ചേച്ചി, മനുവേട്ടൻ ആരൊക്കെയോ വിളിച്ചപ്പോൾ എങ്ങോട്ടോ ഇറങ്ങാൻ പോകുന്നു, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ആശ പറയുന്നത് കേട്ടപ്പോൾ അല്ലിയിൽ സംശയം നിറഞ്ഞു. ഈ നേരത്ത് ആരെയാണ് വിളിക്കുന്നത്? അവൾ മുഖാമർത്തി തുടച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മനുമുറ്റത്ത് ഇറങ്ങിയിരുന്നു. ഒപ്പം ബൈക്കിൽ ആസിഫും നിൽപ്പുണ്ട്. അല്ലി അവനെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് മനുവിൻ്റെ അരികിലേക്ക് ചെന്നു. മനുവേട്ടൻ എവിടെ പോവുക? അല്ലി പിന്നിൽ നിന്ന് ചോദിച്ചു. മനുമുഖത്തെ പതർച്ച മറച്ച് പിടിച്ചവളെ ഗൗരവത്തോടെ നോക്കി. ഞാൻ ഒരിടം വരെ പോയിട്ട് വരാം അല്ലി, മോളെ നന്നായി ശ്രദ്ധിക്ക്. അത്രമാത്രം പറഞ്ഞുകൊണ്ടവൻ ആസിഫിൻ്റെ വണ്ടിയുടെ പിന്നിൽ കയറി. ആസിഫ് അവളെ തിരിഞ്ഞൊന്നു നോക്കി. ശേഷം വണ്ടി പതിയെ മുന്നോട്ടെടുത്തു. അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടാവും മോളെ, അതാവും. അമ്മ പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവൾക്കെന്തോ പന്തികേട് പോലെ തോന്നിയിരുന്നു. അവളൊന്നും മിണ്ടാകാ അകത്തേക്ക് കയറിപ്പോയി. ജോസഫിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് ആര്യ ഇപ്പോൾ താമസമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോകുന്ന വഴി ആസിഫ് തിരിഞ്ഞൊന്ന് നോക്കി മനുവിനോട് പറഞ്ഞു. അവൻ അതിനൊന്ന് മൂളുക മാത്രം ചെയ്തു. അവർ നേരെ ചെന്ന് ജോസഫിൻ്റെ വണ്ടി നന്നാക്കാൻ കൊടുത്ത വർക്ക്ഷോപ്പിലേക്കാണ്. നീ എന്തിനാ ഇവിടേക്ക് പോകാമെന്ന് പറഞ്ഞത്? ആസിഫ് ബൈക്ക് നിർത്തി സംശയത്തോടെ തിരിഞ്ഞു നോക്കി. അതൊക്കെയുണ്ട് ആസിഫ്. മനു എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഇറങ്ങി. അവൻ്റെ കണ്ണുകളിലെ വന്യത ആസിഫിനെ വല്ലാതെ പേടിപ്പിച്ചു. പിറ്റേ ദിവസം സ്റ്റാഫ് റൂമിലെത്തി. വിവേകിനെ കണ്ടപ്പോഴാണ് അവൻ തന്ന താക്കോലിനെ പറ്റി ഓർമ്മ വന്നത്. അയ്യോ മാഷേ, ഞാൻ താക്കോലെടുക്കാൻ മറന്നുപോയല്ലോ. ചാരു നെറ്റിയിൽ കൈവച്ചു പോയി. ആ ബാഗ് ടേബിളിൽ എടുത്തു വെച്ചതായിരുന്നു. പിന്നെ ഓർമ്മയില്ലാതെ മറ്റൊരു ബാഗ് കൊണ്ടാണ് വന്നത് ചാരു. അത് സാരമില്ല ടീച്ചറെ, സ്പെയർ കീ ഉണ്ട്, വൈകിട്ട് ഞാൻ തരാം, അപ്പം തന്നാൽ മതി. വിവേക് പുഞ്ചിരിയോടെ തന്നെ അവളെ നോക്കി. ചാരുവിന് വല്ലാതെയായി. ഇത്ര അലസതയുണ്ടോ തനിക്ക്? അതും എപ്പോഴും ഓർത്തുകൊണ്ട് നടക്കുന്ന ഒരുവൻ്റെ കാര്യത്തിൽ. ഓർത്തിരുന്നേനെ, പക്ഷേ ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് മനസ്സ് നിറയെ. അയാൾ ഇനിയും വരുമോ എന്നുള്ള പേടി, വഴിയിൽ അയാൾ നിൽക്കുമോ എന്നുള്ള പേടി. സത്യം പറഞ്ഞാൽ പേടിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ. ചാരു പതിയെ തൻ്റെ സീറ്റിൽ വന്നിരുന്നു. വിവേകിന് ആദ്യത്തെ അവർ ക്ലാസ്സില്ല. അവൻ ഏതോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചാരുവിനെ അവനൊന്ന് നോക്കി. ഇന്നലെ അവളെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ തൊട്ട് തുടങ്ങിയ സംശയമാണ് ചാരുവിൻ്റെ വീടിനെ പറ്റി. അച്ഛനും അമ്മയും അവരെക്കുറിച്ചറിയാനൊരാകാംക്ഷ. അതേസമയം മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് തലയിടാൻ മനസ്സ് സമ്മതിക്കുന്നുമില്ല. ചാരു തന്നെ പഠിപ്പിക്കാനുള്ള പുസ്തകമെടുത്ത് പുറത്തിറങ്ങി. ചാരു പോയ വഴിയെ വിവേക് ഒന്ന് നോക്കിയ ശേഷം വീണ്ടും ബുക്കിലേക്ക് മുഖം പൂഴ്ത്തി. അതൊക്കെ തെറ്റല്ലേ സാറി? വർക്ക്ഷോപ്പിലെ പണിക്കാരൻ മനു പറഞ്ഞത് അംഗീകരിക്കാതെ മുഖം ചുളിച്ചു. മനു ഒന്നും മിണ്ടാതെ പോക്കറ്റിൽ നിന്ന് കുറച്ച് 500ൻ്റെ നോട്ടുകൾ അയാൾക്ക് നേരെ നീട്ടി. അയാൾ പതിയെ തലചൊറിഞ്ഞുകൊണ്ട് മനുവിനെ നോക്കി. ഇപ്പോൾ ഇതൊരു തെറ്റാണോ ചേട്ടാ? മനു അയാളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. അയാളൊന്ന് മടിച്ചു നിന്നു. ശേഷം ആ പണം കൈനീട്ടി വാങ്ങി. പണിയാകുമോ സാറേ? അയാൾ മനസ്സില്ലാ മനസ്സോടെ അവനെ നോക്കി. ഒരു പണിയുമാകില്ല ചേട്ടൻ, ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി. മനു വന്യതയോടെ ചിരിച്ചു. ശേഷം പതിയെ തിരിഞ്ഞു നടന്നു.